ക്രിസ്തുകുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 57-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു ദൈവിക പ്രാർത്ഥനയും വിശ്വാസ പ്രഖ്യാപനവുമാണ്. ശാവൂലിന്റെ പിന്തുടർച്ചയിൽ ഭയഭീതിയിലായിരുന്ന ദാവീദ് ദൈവത്തിന്റെ കരുണയും സംരക്ഷണവും അഭ്യർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം ഭയത്തിന്റെ ഇടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മീയ യാത്രയാണ്. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. സങ്കീർത്തനം 57:10. 58-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ശക്തമായ ഒരു നീതി പ്രഖ്യാപനമാണ്. അതിൽ ദുഷ്ടന്മാരുടെ അനീതിയും ദൈവത്തിന്റെ ന്യായവിധിയും ശക്തമായി പ്രതിപാദിക്കുന്നു. ഈ സങ്കീർത്തനം ദൈവം നീതിമാനായവനാണ്, അവൻ അനീതിയെ ശിക്ഷിക്കുകയും നീതിമാന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നു. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്, തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവവുമുണ്ട് എന്ന് മനുഷ്യർ പറയും. സങ്കീർത്തനം 58-ാം അധ്യായം 11-ാം തിരുവചനം. 59-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു ശക്തമായ രക്ഷാപ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനവുമാണ്. ശാവൂൽ ദാവീദിനെ കൊല്ലാൻ ആളുകളെ അയച്ചപ്പോൾ ദാവീദ് തന്റെ ജീവൻ രക്ഷിക്കപ്പെടാൻ ദൈവത്തോട് നിലവിളിക്കുന്നു. ഈ സങ്കീർത്തനം ദൈവം നമ്മുടെ കാവൽക്കാരനാണ്, അവൻ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. സങ്കീർത്തനം 59:16. 60-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു പ്രാർത്ഥനയും ആത്മീയ ജാഗ്രതയുടെ ആഹ്വാനവുമാണ്. യുദ്ധത്തിൽ തോൽവിയടഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തോട് കരുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം ദൈവം ശിക്ഷിക്കുന്നവനാണ്, പക്ഷേ അവൻ തന്നെ രക്ഷയും നൽകുന്നു എന്ന ഇരട്ട സന്ദേശമുണ്ട്. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്നും ഇവിടെ കാണാം. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. സങ്കീർത്തനം 60-ാം അധ്യായം 11-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആമേൻ.